അപ്പോൾ മാഷേ, ഈ നമ്മൾ മാഷ് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ജീർണത സംഭവിക്കുമ്പോൾ രാഷ്ട്രീയത്തിലായാലും നാട്ടിലായാലും എന്തായാലും അത് സാധാരണഗതിയിൽ ആ ജീർണതയെ തുടച്ചു നീക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് ആ നാട്ടിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരാണ്. നിർഭാഗ്യവശാൽ ഒരു 3-4 പേരല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നില്ല അങ്ങനത്തെ ജീവികളെ. അപ്പം സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഏതെങ്കിലും ഭരണത്തണലിൽ വിശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും പോലെ ഈ എഴുത്തുകാർ, പാട്ടുകാർ, നടന്മാർ, തിരക്കഥാകൃത്തുക്കൾ, ചലച്ചിത്ര സംവിധായകർ, ഇവരൊക്കെ ഇത്തരം പണികൾ ചെയ്യുന്നു വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. എന്താ കാരണം എന്നറിയോ? ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് പത്രപ്രവർത്തകനായിരുന്നു. മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിരുന്നു ഞാൻ. അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് നടന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എത്ര കുറച്ച് എഴുത്തുകാർ അതിനെതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളൂ. ആദ്യകാലത്ത് NV കൃഷ്ണവാര്യർ, വൈലോപ്പിള്ളിയൊക്കെ ആദ്യകാലത്ത് തന്നെ അനുകൂലമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പല രാഷ്ട്രീയക്കാരും ജയിലിൽ പോയി. എത്ര എഴുത്തുകാർ ജയിലിൽ പോയി? വളരെ കുറവേ ഉള്ളൂ. വലിയ സിവിക് ചന്ദ്രനൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ ഉള്ളു പറയുന്നു. അപ്പൊ അന്ന് തടവറ കവിതകൾ. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ട കാര്യം, 77 അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ, മിസസ് ഗാന്ധി തോറ്റപ്പോൾ, മൊറാർജി മിനിസ്റ്റർ വന്നപ്പോൾ ഒക്കെ കോഴിക്കോട്ടൊക്കെ പല മീറ്റിങ്ങിൽ നമ്മുടെ സാഹിത്യകാരന്മാർ പൗരാവകാശം ഘോര പ്രസംഗിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ആപത്തുമില്ല ഇങ്ങനെ പ്രസംഗിക്കാം. അപ്പം അതുകൊണ്ട് ഈ സാംസ്കാരിക നായകൻ എന്നുള്ള വാക്കിന് തന്നെ ഞാൻ എതിരാ. സംസ്കാരത്തിൽ അങ്ങനെ നായകന്മാരൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ പറയുന്നത്, ഈ നമുക്കൊരു തെറ്റിദ്ധാരണയാ എഴുത്തുകാരൊക്കെ മാതൃകാ പുരുഷന്മാരാണ്. അങ്ങനെയല്ല. ഇപ്പോ പോയറ്റും പ്രോഫറ്റും ഉണ്ട്. പോയറ്റ് എന്ന് പറഞ്ഞാൽ കവി, പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. ഈ പോയറ്റ് പ്രോഫറ്റ് അല്ല. ഇപ്പൊ ഗാന്ധി പ്രോഫറ്റാണ്, ടാഗോർ അല്ല. ടാഗോർ പോയറ്റാ. ടാഗോറിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കവിത, അല്ലെ നാടകം, അല്ലെങ്കിൽ പ്രസംഗം അന്വേഷിക്കുക. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഗാന്ധിയുടെ ജീവിതമാതിരിയാണ് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ എഴുത്തുകാരന്റെ ആക്ടിവിസം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലല്ല, അയാളുടെ എഴുത്തിലാണ്. ഇപ്പോ ബഷീർ, അദ്ദേഹം 47 വരെയൊക്കെ പല ആക്ടിവിറ്റീസിലുണ്ട്. ഗാന്ധി വധിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം പൊതുരംഗത്ത് പിൻവാങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഒരു ആക്ടിവിസം ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിവിസം എവിടെയാണ്? എഴുത്തിലാണ്. പി ഭാസ്കറിന്റെ ആക്ടിവിസം എവിടെ? എഴുത്തിലാണ്. NN പിള്ളയുടേത് എഴുത്തിലാണ്. കേശവദേവ് പൊതുരംഗത്ത് വളരെ പ്രവർത്തിച്ചിരുന്ന ആളാണ്, തകഴി. അപ്പോ എഴുത്തുകാരന്റെ ആക്ടിവിസം നമ്മൾ അന്വേഷിക്കേണ്ടത് റോഡിലല്ല, എഴുത്തിലാണ്. ചിത്രകാരന്റെ ചിത്രത്തിലാണ്. നടേണ്ടത് അഭിനയത്തിലാണ്. അങ്ങനെയുണ്ട്. അപ്പൊ നടന്മാർക്ക് നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ള അവരുടെ പണി. ഇപ്പം മമ്മൂട്ടി എന്താ പറയുന്നത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ MT പലപ്പോഴും മൗനം പാലിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മോദിക്കെതിരായിട്ടും പിണറായിക്കെതിരായിട്ടും സംസാരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം നദിക്ക് വേണ്ടിയോ, മണ്ണിന് വേണ്ടിയോ, വെള്ളത്തിന് വേണ്ടിയോ, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയോ, സ്ത്രീകൾക്ക് വേണ്ടിയോ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് MTയുടെ കുട്ടിയെടുത്ത് എന്നുള്ള കഥ. ഉദാഹരണം പറയാം. കാരണം അത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായിട്ടുള്ള ഒരു എഴുത്താണ്. അവിടെയാണ് MTയുടെ ആക്ടിവിസം. അല്ല, ഇപ്പൊ MT എപ്പോഴും നിങ്ങളെ കൂടെ റോഡിൽ സമരം ചെയ്യാൻ വരുന്നുണ്ടാവില്ല. ഞാൻ MT ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഉണ്ടാത്തതെന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഞാനെന്താണെന്ന് വെച്ചാല് എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ പറയാ, എനിക്ക് എഴുതാൻ കഴിയുന്നത് ഞാൻ എഴുതാം. കാരണം ഞാൻ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ ചെറുകഥ എഴുതിയിട്ടുണ്ട്, അതൊന്നും കൊള്ളൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കഥകളുടെ ഒരു സമാഹാരം ഇറക്കിയപ്പോൾ ഞാൻ എന്റെ പേരിട്ടത് 2ാം പതിപ്പ് വരാത്ത കഥാസമാഹാരം എന്നാണ്. ഒന്നിൽ തന്നെ കഴിഞ്ഞു. അല്ല, അങ്ങനെ. അപ്പൊ എന്നോട് വന്നാലോ? അങ്ങനെ വരില്ല. കാരണം ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് MA വരെയൊക്കെ ഞാൻ കഥകൾ എഴുതിയിരുന്നു. പിന്നെ കഥകൾ പരിഭാഷപ്പെടുത്തി. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെത് ക്രിട്ടിക്കൽ റൈറ്റിംഗ് ആണ്. ഞാനിപ്പോൾ രാഷ്ട്രീയ ലേഖനം എഴുതുക, അല്ലെങ്കിൽ സാഹിത്യ നിരൂപണ ലേഖനം എഴുതുക, അല്ലെങ്കിൽ സാംസ്കാരിക വിമർശനം നടത്തുക. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതല്ല ഒരു നോവലോ കഥയോ നാടകമോ എഴുതുന്ന ആളുടെ സ്ഥിതി. അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അവിടെ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു പ്രഗത്ഭനായ അധ്യാപകൻ എന്ന രീതിയിലാണ് ഞാൻ അടുത്തായി ചോദിക്കാൻ പോകുന്നത്. ഞാനൊരു അധ്യാപകനാണ്, 29 കൊല്ലം ടീച്ചിങ് ഇൻ പ്രൊഫഷൻ. ഞാൻ എൻ്റെ കുട്ടികളോട്
+2 ഉള്ള കുട്ടികളോട് ചോദിക്കും, ഭാവി നിങ്ങളുടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു നിമിഷം ചിന്തിക്കാതെ അവർ പറഞ്ഞത് എന്തായാലും കേരളത്തിൽ നിൽക്കില്ല എന്നാണ്. അപ്പം ഞാൻ മറ്റ് സ്കൂളുകളിൽ ഓരോരോ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ഇത് ചോദിക്കും, അത് നമുക്കറിയണല്ലോ. അപ്പോൾ അവരും പറയുന്ന ഒറ്റ ശ്വാസത്തിന് കേരളത്തിൽ താല്പര്യമില്ല. എന്താ മാഷ് ഇത്രയും പുരോഗമിച്ച്, കേരളം പുരോഗമിച്ച് ഞങ്ങളുടെ ഇല്ല. ആ നിമിഷവും ഒരു വിദ്യാർത്ഥി കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സാമ്പത്തിക ജീവിതം സാമാന്യമായി ഭദ്രമായി കഴിഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഞാൻ ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കൗതുള്ള കാര്യം പറഞ്ഞുതരാം. എനിക്ക് 3 മക്കളാണ്. മൂത്ത പെണ്ണ് താഴെ 2 ആണ്. ഈ 3 പേരും പഠിച്ച കേരളത്തിന് പുറത്താ. അത് ശരിയാ, ഞാൻ പറഞ്ഞുതരാം. മൂത്ത പെൺകുട്ടിയാ. അവള് 10ാം തരം പാസ്സായപ്പോൾ എന്നോട് പറഞ്ഞു, വാപ്പിച്ച് ഞാൻ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പഠിച്ചാൽ തിരക്കില്ല. അപ്പൊ എന്റെ ഭാര്യയും പറഞ്ഞു, അവള് പറഞ്ഞത് നേരാ. അവള് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് മംഗലാപുരത്താ. കാരണം ബസ്സിൽ പോകാൻ കഴിയില്ല. എന്റെ ഭാര്യ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതാണ്. അവള് പറയുന്നു ബസ്സിലെ ശല്യം. ഒരു ഉദാഹരണം. പിന്നെ പഠിക്കാൻ നല്ലത്, എന്റെ മൂത്ത ആൺകുട്ടി ഡിഗ്രി ഇവിടെ കഴിഞ്ഞു. അയാൾ MA MPhil PhD ഹൈദരാബാദിലായിരുന്നു. അപ്പൊ അയാൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതിന്റെ താഴെ ഒരാളുണ്ട്, അയാൾ ഡിഗ്രി ചെയ്തത് അലഹബാദിൽ, പിന്നെ വേറൊരു ഡിഗ്രി ചെയ്തത് മണിപ്പാലില്, ഇപ്പൊ അയാള് ലണ്ടനിലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ആളുകളുടെ സ്വകാര്യതയിലേക്ക് വല്ലാതെ ഒളിഞ്ഞു നോക്കും. മഹാശല്യ. അത് മഹാശല്യ. കറക്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്രസംഗം കണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൗൺ ഹാൾ വന്നു. കാരണം അവിടെ ഒരു ബോർഡുണ്ട്, വൈകുന്നേരം 5 മണിക്ക് ഇന്ന വിഷയത്തെപ്പറ്റി ഇന്ന ആൾ പ്രസംഗിക്കുന്നു. അപ്പം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മലയാളിയാണ് നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് ആരാണ്? തീർച്ചയായിട്ടും. കണ്ടിട്ട് ഭാര്യ അല്ല, പിന്നെ അനിയത്തിയാണോ? ആവില്ല. ആരാത്? ഇത് നിങ്ങളൊരാളെന്നല്ല, മലയാളിയുടെ ഒരു ട്രെയിറ്റ് ആയിട്ട്. കാരണം വേറെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുക. ഈ സദാചാര ഗുണ്ടായിസം, അത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൈകൊണ്ട് ചെയ്യും, വാക്കുകൊണ്ട് ചെയ്യാൻ പറ്റും വാക്കുകൊണ്ട് ചെയ്യും. അത് ചെയ്യാൻ പറ്റില്ല വേറെ പരദൂഷമായിട്ട് പറയും. കാരശ്ശേരി ടൗൺ ഹാളിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കൂടെ. അത് മോളൊന്നും അല്ല, നമുക്കറിഞ്ഞൂടെ, അത് മോളൊന്നും അല്ലാന്നേ. അങ്ങനെ അല്ല, അതെനിക്ക് കണ്ടപ്പോ തോന്നി. നിങ്ങൾ ചോദിച്ചിട്ടില്ല ആരോടും, പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നി. തോന്നാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്. ഇപ്പോ ബീച്ചിൽ ഇരിക്കുമ്പോ പ്രായമുള്ള ഒരു സ്ത്രീയും ഒരു ചെറുപ്പനും ഇരിക്കുകയാണെങ്കിൽ അമ്മയും മകനും ആവാമെന്നാണ് ആലോചിക്കേണ്ടത്. അത് മാത്രം ആലോചിക്കൂല. അത് അമ്മയും മകനും അല്ല, അത് വേറെ ഏതോ ഒരു വീട്ടമ്മ ഒരു ചെറുപ്പക്കാരനെ ചാടിച്ചു വന്നാണ്. ഇങ്ങനെ അതായത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈംഗികമായ നമ്മുടെ പട്ടിണിയാണ്. നമ്മുടെ ഫേസ്ബുക്കോ വാട്സപ്പോ യൂട്യൂബോ ഒക്കെ നോക്കിയാൽ ഇത് പല തരത്തിൽ പുറത്തേക്ക് വരിക, ഈ ലൈംഗിക വൈകൃതം. അപ്പോ അതിപ്പം പഴയ കഥകളുടെ കേസെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അതൊരു കാര്യം. പിന്നെ ചെറുപ്പക്കാർ പോകുന്നതിൽ ഒരു കാര്യം, കൂടുതൽ ശമ്പളം കാനഡയിലോ ലണ്ടനിലോ ദുബായിലോ കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഓസ്ട്രേലിയയിൽ ജർമ്മനിയിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിന് പെർമിറ്റ് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ പൗരത്വം കിട്ടും. അവിടെ പലരും വെൽഫെയർ സ്റ്റേറ്റാ, ക്ഷേമരാഷ്ട്രമാണ്. കാരണം നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പൈസ ചെലവില്ല, നിങ്ങളുടെ ചികിത്സയ്ക്ക് പൈസ ചെലവില്ല, കുട്ടികളുടെ ചികിത്സയ്ക്ക് പൈസ ചെലവില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ലണ്ടനിലുള്ള മകൻ അവന്റെ ഏതോ ഒരു കൂട്ടുകാരനെ പറ്റി പറഞ്ഞു, അവന് UK പൗരത്വം കിട്ടി. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം വന്നു, നീ ഇപ്പൊ എന്തിനാ അതിനോട് പറഞ്ഞോന്ന് ചോദിച്ചു. അല്ല, ഞാൻ വിവരം പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചു, നിനക്ക് പൗരത്വം എടുക്കണമെന്നുണ്ടോ? അപ്പൊ അവരൊന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് പൗരത്വം എടുക്കണേ എടുത്തോ, എന്റെ പിറ്റേന്ന് എടുത്താൽ മതി. അപ്പൊ ചോദിച്ചു, അവനെന്താ? ഒന്നുമില്ല, എനിക്ക് എന്റെ മകൻ ഇന്ത്യൻ പൗരനല്ലാന്ന് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? അവന്റെ ഭാര്യയ്ക്ക് പൗരത്വം കിട്ടി, അവന്റെ 2 പെൺകുട്ടികളാണ്, അവർക്ക് പൗരത്വം കിട്ടി, ഇവന് പൗരത്വം കിട്ടിയിട്ടില്ല. എനിക്ക് താങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞ ഒരു യുക്തിയില്ല. അപ്പൊ അവൻ ഏത് പാർട്ടി ആവണം, ഏത് മതമാവണം, ഏത് വേഷം ധരിക്കണം, ഏത് ജോലി ചെയ്യണം, പക്ഷെ
അവൻ ഇന്ത്യൻ പൗരനല്ല എൻ്റെ മകൻ. ഇന്ത്യൻ പൗരത്വത്തിനുള്ള കുഴപ്പം എന്താ? UK ഉള്ളിടത്തോളം പൈസ ഇല്ല അവിടെ എന്നല്ലേ ഉള്ളൂ. കാരണം ഇവിടെ 150 കോടി ജനങ്ങളുണ്ട്, അവിടെ അതിന്റെ 10-1 ജനങ്ങളുള്ളൂ അല്ലേ? അപ്പോ ഞാൻ പറയാ, അതുകൊണ്ട് സമ്പത്ത് ഒരു ഘടകമാണ്, സാമൂഹിക ജീവിതം ഒരു ഘടകമാണ്, പിന്നെ വലിയൊരു സംഗതിയാണ് മനുഷ്യന്റെ സ്വൈര്യം, ഈ പ്രൈവസി, സ്വകാര്യത. ഇപ്പോ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും പിന്നെ പിക്നിക്കിന് പോകുമ്പോഴാകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു CCTV ക്യാമറയായിട്ടാണ് എല്ലാ മലയാളികളും നടക്കുന്നത്. ഇവന്റെ കണ്ണും മനസ്സും ഒക്കെയാണ് ഈ CCTV ക്യാമറ. ഇവിടെ ഒരു 3 കിലോമീറ്റർ അപ്പുറം ഷഹീദ് ബാബ എന്നൊരു ചെറുപ്പക്കാരനെ 10-12 ആളുകൂടി തല്ലിക്കൊന്നു. സദാചാര ഗുണ്ടായിസം. അവരൊക്കെ ഇപ്പൊ ജയിലില്ല. മനസ്സിലായോ? വലിയ കോളിലൊക്കെ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ അത് ഇവിടെ. പിന്നെ ആലോചിച്ച് നോക്ക്, ഇപ്പോ ഇവിടെ ഒരു 4 കിലോമീറ്റർ അപ്പുറം എനിക്കറിയുന്ന കുട്ടി ആതിര എന്നൊരു കുട്ടി, അവള് ഈഴവ കുടുംബത്തിൽ പറഞ്ഞ, അവളൊരു ദളിതനെ പ്രേമിച്ചു. അയാള് ജോലിയുള്ള ആളാണ്, പട്ടാളത്തിൽ ജോലിക്കാരനാണ്, കാശുണ്ടൊക്കെ. കല്യാണം നിശ്ചയിച്ചു, 2 വീട്ടുകാരും കൂട്ടി നിശ്ചയിച്ചു. കല്യാണത്തിന് തലേന്ന് ഇവളുടെ അച്ഛനെ ചായപ്പിടിയിൽ ആരോ പരിഹസിച്ചു. അയാൾ വന്നിട്ട് കത്തിയെടുത്ത് മകളെ കുത്തിക്കൊന്നു. ഇതൊക്കെയാണ് കേരളത്തിലെ കാര്യം. മിശ്രവിവാഹം ഇപ്പോഴും വലിയ പ്രശ്നമാണ്. പ്രേമിക്കുന്ന ഒരു കുറ്റകൃത്യമല്ലേ കേരളത്തില്? അല്ലേ? പ്രേമത്തിന്റെ ശമ്പളം മരണമാവുന്നു എന്നല്ലേ കേരളത്തിലെ? അതാരിച്ചു നോക്കൂ. നിങ്ങൾ ഒന്നുകിൽ തല്ലിക്കൊല്ലും, അതിനെ ഓണർ കില്ലിങ്, അത് പണ്ടുണ്ടായില്ല, എപ്പോ വന്നത് ദുരഭിമാനക്കൊല. പിന്നെ അല്ലെങ്കിൽ സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി വിഷം കുടിക്കണം, അല്ലെ കടലിൽ ചാടണം, അല്ലെ വണ്ടിക്ക് തലവെക്കണം, അല്ലെ തോട്ടം പിടിച്ച് ചാവണം, അല്ലെങ്കിൽ നാട് കടന്നു പോകണം. സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ മതം മാറി കല്യാണം കഴിച്ചു, അതിനിപ്പോ എന്താ? ജാതി മാറി കല്യാണം കഴിച്ചു, അതിനെന്താ? ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന 1917 മിശ്രവിവാഹത്തിന്റെ സമർ റൈപ്പൻ കൊച്ചി തുടങ്ങുന്ന എപ്പോഴാ? 1917. 100 കൊല്ലം കഴിഞ്ഞു, ഇതൊക്കെ ഒരു മാറ്റമില്ല. അപ്പൊ ഇവിടുത്തെ ഈ പൗരോഹിത്യത്തിന്റെ പിടി, പിന്നെ രാഷ്ട്രീയക്കാരുടെ കള്ളത്തരം. ഇവർക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന ഒരാൾ ഏത് പാർട്ടിയിലുണ്ട്? എല്ലാവരും കള്ളന്മാരെന്നല്ല പറഞ്ഞു. കള്ളന്മാരാണ് അധികം എല്ലാ പാർട്ടിയിലും. കക്കാത്തവർ എല്ലാ പാർട്ടിയിലും ഉണ്ട്, അവരുടെ എണ്ണം കുറവാണ്. കള്ളന്മാരെല്ലാ പാർട്ടിയിലും, അവരുടെ എണ്ണം ആ പാർട്ടിയിൽ കൂടുതലാണ്. അപ്പൊ ചെറുപ്പക്കാർക്ക് ഒരു ബഹുമാനം, ഒരു മൂല്യബോധം, പിന്നെ എല്ലാം അങ്ങനെയല്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. എടശ്ശേരി പറയും, ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും ഒഴിയിൽ. അദ്ദേഹത്തിന്റെ കറുത്ത ചെട്ടിച്ചുകൾ എന്നുള്ള കവിതയിലെ ഒരു വരി എനിക്ക് ഓർമ്മ വരിക. അതാണ് ചെറുപ്പക്കാർ പോകാനുള്ള കാരണം. പിന്നെ നല്ല ജോലി, നല്ല ശമ്പളം, നല്ല കാലാവസ്ഥ, കോഴ്സുകൾ. അല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നാടുവിട്ട് പോകുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞു, കേട്ടാ തമാശ തോന്നും. ഞാൻ 2016 ജർമ്മനി പോയി. അപ്പൊ എനിക്ക് താമസിക്കാനുള്ള മുറിയിൽ വെള്ളം വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ കൗണ്ടറിലേക്ക് വിളിച്ചു പറയും, ഇവിടെ വെള്ളം വെച്ചിട്ടില്ല. ഞാനെന്താ പൈപ്പിലെ വെള്ളമില്ലേ, അങ്ങനെ കുടിക്കാം, അത് കുടിക്കാം. അപ്പൊ എല്ലായിടത്തും അങ്ങനെ, യൂറോപ്പിലൊക്കെ അങ്ങനെയാ. അവരാദ്യം വൃത്തിയാക്കുന്നത് നദിയാണ്. ഏത് ഹോട്ടലിലും ഏത് ഗസ്റ്റ് ഹൗസിലും ഏത് വീട്ടിലും നിങ്ങൾക്ക് സാധാരണ പൈപ്പിലെ വെള്ളം കുടിക്കാം. ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ കുടിക്കാൻ വെള്ളം വേറെ കൊണ്ടുവെക്കണം, വേറെ വാങ്ങണം. മനസ്സിലായോ? അപ്പോ അവിടെ ഇപ്പം ഞാൻ ആലോചിക്കുക, ഇപ്പോ മാർസിന്റെ ജന്മദേശമുണ്ട്, ട്രയർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരു നദിയുണ്ട്, അതിമനോഹരമായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എംഗൽസിന്റെ ജന്മദേശമുണ്ട്, അതിന്റെ പേര് ഊപ്പർത്താൾ എന്നാണ്. ഊപ്പർ എന്നാണ് ഒരു ചെറിയ നദിയാ. നദീതീർത്ത് ഇവർ രണ്ടാളും ജനിച്ചത്. ഇവർ രണ്ടാളും ജോലി ചെയ്തത് മാഞ്ചസ്റ്ററിലാ ഒന്നിച്ച്. പിന്നെ ലണ്ടനിലുണ്ടായിരുന്നു. മാഞ്ചസ്റ്ററിലാണ് ഇയാൾക്ക് എംഗൽസിന് തുണി വ്യവസായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രാൻസിലോ നെതർലാൻഡ്സിലോ നോർവേയിലോ അമേരിക്കയിലോ ഒക്കെ ആദ്യത്തെ പണി വെള്ളം വൃത്തിയാക്കുക. ഇവിടെ ആദ്യത്തെ പണി വെള്ളം ചീത്തയാക്കുക അല്ലേ? അപ്പൊ ഇവിടെ വായു, വെള്ളം, പിന്നെ സാമൂഹ്യ അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം, പിന്നെ ഒന്നാമത് നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയൊക്കെ സാമാന്യമായിട്ട് മോശമാണ്. അതൊക്കെ ഉണ്ടാവും. പിന്നെ സ്വാതന്ത്ര്യം, നമ്മളൊരു പാട്രിയാർക്കൽ, അതായത് പിതുരാധിപത്യം, പിതാവിന്റെ ആധിപത്യമുള്ള കുടുംബവും സമൂഹമാണ് നമ്മുടെ. അത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തില് നിങ്ങൾ ഒരു
റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒരു യോഗ സ്ഥലത്തോ നിൽക്കുമ്പോൾ ഒരു ആളുടെ ശരീരഭാഷ കൊണ്ട് അയാളുടെ ജാതി തിരിയില്ല. നമ്പൂരിയും ചെറുമനും മാപ്പിളയും ഒക്കെ ഒരേ ശരീരഭാഷയാണ് ആണല്ലോ. ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും മദ്രാസ് എത്തിയാൽ. കാരണം അവിടെ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിൽ ആളുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമാണ്. ഇത് തന്നെയാണ് മൈസൂരിലും ബാംഗ്ലൂരിലും, ഇത് തന്നെയാണ് ഹൈദരാബാദിൽ. ഞാൻ നോക്കിയത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കേരളത്തിലും അവിടെയൊക്കെ ഒരുപോലെ സ്ത്രീകളുടെ ശരീരഭാഷ വളരെ വ്യത്യാസമാണ്. വളരെ വിധേയത്വമുള്ള ശരീരഭാഷ. അതെനിക്കങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ വളരെ യാത്രയിൽ ഒരിക്കൽ ഞാൻ ജർമ്മനിയിൽ കാൾസ്റൂഹെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ചത്. അവിടുന്ന് ഒരു ബസ്സിന് ഞാൻ നെതർലാൻഡ്സിലേക്ക് പോവാണ്. അവിടെ ഗ്രോണിംഗൻ എന്നുള്ള പട്ടണത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ എല്ലാവരും വളരെ കൃത്യമായിട്ട്, അപ്പോൾ എനിക്കിങ്ങനെ ബസ് തുറന്നിട്ടില്ല, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അടുത്തുള്ള ആളോട് ഇങ്ങനെ എന്തോ ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചു, ബസ് എടുക്കാറായില്ലെന്ന് ചോദിച്ചേ. അയാൾ പറഞ്ഞു ഡ്രൈവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ മൂന്നാളില്ല, ഒരാളേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വരേണ്ടത്. ആ ടിക്കറ്റ് നിങ്ങൾ അവിടെ ഇതിനൊരു സിസ്റ്റം കാണിക്കണം. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, അതിന് അവിടെ ഒരു സംവിധാനം ഉണ്ട്. നിങ്ങൾ പൈസ ടിക്കറ്റ് എടുക്കണം. ഡോർ തുറക്കുന്നത് ഡ്രൈവർ തന്നെയാണ്, ക്ലീനർ ഇല്ല, ഒരു ഡ്രൈവർ ഇല്ല ബസ്. അപ്പം ഡ്രൈവർ ഇങ്ങനെ വന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം വന്ന് കൂളായിട്ട് വന്ന് എൻ്റെ അടുത്തൂടെ ഇങ്ങനെ ആ ബസ്സിൽ കയറാൻ നേരത്താണ് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അമ്പരന്നു. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ശരീരഭാഷ, അവർ തല ഉയർത്തി, നെഞ്ഞുയർത്തി, അങ്ങനെ അന്തസ്സോടു കൂടി, അഭിമാനത്തോടു കൂടി ഒരു സ്ത്രീയാണ്, അവർ ജോലിക്കാരിയാണ്. അങ്ങനെ ഇവിടെ ആണുങ്ങളെ നടക്കുള്ളൂ, പെണ്ണുങ്ങൾ നടക്കൂല. ഇത് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഫ്രാൻസിൽ, ലണ്ടനിൽ, അമേരിക്കയിലൊക്കെ ആണിനെയും പെണ്ണിനെയും ശരീരഭാഷ കൊണ്ട്, ചിലപ്പോൾ വേഷം കൊണ്ടൊന്നും തിരിച്ചറിയില്ല. പിന്നെ നിങ്ങൾ അവരുടെ മാറ് കണ്ടിട്ടോ അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ടോ അല്ലെങ്കിൽ മീശ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടോ ഒക്കെ മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ അത് വളരെ പ്രത്യേക. ആണും പെണ്ണുങ്ങൾ ദൂരത്ത് കണ്ടാൽ ആ പോകുന്നതിൽ ഒന്ന് ആണും ഒന്ന് പെണ്ണോ നിങ്ങൾ മനസ്സിലാവും. അത് നേരത്തെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുമ്പോൾ ചെറുമക്കളുടെ ശരീരഭാഷ വേറെ ആയിരുന്നു. നമ്പൂരിയുടെ ആരുടെ മാതിരി ആയിരുന്നില്ല, മാപ്പിളയുടെ മാതിരി ആയിരുന്നില്ല. അത് മാറി. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ ഇതൊക്കെ മാറിയല്ലോ. ഇപ്പൊ ആരെങ്കിലും തമ്പുരാനെ വിളിക്കണ്ടോ? റാൻ എന്ന് പറയുന്നുണ്ടോ? അടിയൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ പെണ്ണുങ്ങളുടെ നേരെ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഈ വിവേചനം വളരെ വ്യക്തമാണ്. ഈ നമ്മുടെ മലയാള ഭാഷയിലുള്ള ഈ വിവേചനമായി തന്നെ ആളുകളുടെ, വ്യക്തികളുടെ ശരീരഭാഷയിലും അതുണ്ട് ഞാൻ പറയുന്നത്. അതൊക്കെ ചെറുപ്പക്കാരെ വളരെ സ്വാധീനിക്കും. കാരണം സ്ത്രീയാണ് എന്നുള്ള നിലയ്ക്ക് അതൊക്കെ എന്താ ഉണ്ടായിരിക്കാൻ പാടില്ല, നീ പെണ്ണല്ലേ എന്നിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വന്നപ്പോൾ ചായയും പലഹാരം കഴിച്ചു. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഗ്ലാസും പ്ലേറ്റും മാറാൻ വേണ്ടി എൻ്റെ മകൻ അത് എടുത്താൽ ഞാൻ പറയുമല്ലോ, അവിടെ വെച്ചേക്കടാ, അതൊക്കെ അവള് കഴിക്കോളും. അവള് എന്ന് പറഞ്ഞാല് ഒന്ന് അവന്റെ അമ്മ, അല്ല അവന്റെ പെങ്ങള്, മനസ്സിലായോ? അപ്പൊ പാത്രം മൂടുന്നത് മോശം. എന്തുകൊണ്ട് മോശ? പെണ്ണുങ്ങള് എടുക്കുന്ന പണിയായതുണ്ട്. ഇപ്പൊ ആലോചിച്ച് നോക്കും, MA ബേബി ഒരു വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കഴിച്ച് അദ്ദേഹം മോറി, ഒരു നല്ല കാര്യമല്ലേ? അതിനെ കളിയാക്കുന്ന എന്തുകൊണ്ടാ? നിങ്ങള് ഒരു പാട്രിയാർക്കൽ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, ഒരു പിതാവിന്, പുരുഷന് ആധിപത്യമുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ച് വരുന്നതിന്റെ മൂല്യബോധം കൊണ്ട് ഞങ്ങൾ കളിയാക്കുന്നത്. വരുന്നത് കളിയാക്കാനുള്ളത് അത് നല്ല കാര്യമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാർ എങ്ങനെ കളിയാക്കുക? കാരണം ഗാന്ധിയെ ചെയ്ത ആളാ, ഗാന്ധിയെ ചെയ്യാൻ പറഞ്ഞ ആളാ. മുസ്ലിം ലീഗുകാർ എങ്ങനെ കളിയാക്കുക? മുഹമ്മദ് നബി ചെയ്ത ആളാ, അത് ചെയ്യാൻ പറഞ്ഞ ആളാ. ഇവർ കളിയാക്കാൻ പറ്റത് ഈ 21ാം നൂറ്റാണ്ടില് പ്ലേറ്റ് മൂടി വെച്ചതിന് MA ബേബിയെ കളിയാക്കാന്ന് പറഞ്ഞാൽ എന്തിനാ കൊള്ളുക? നിങ്ങളല്ലേ മോശമാകുന്നത്? MA ബേബി ആണോ? പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരെ ബാധിക്കും, ചെറുപ്പക്കാരികളെ ബാധിക്കും. കാരണം അവർ പഠിക്കുന്നത്, അവർ കാണുന്നത്, അവർ വായിക്കുന്നത്, അവർ കാണുന്ന സിനിമകൾ, അവർ വായിക്കുന്ന സാഹിത്യം, അതിലൊക്കെ ഈ ജെൻഡർ ജസ്റ്റിസ്, ലിംഗ പദവിയുടെ നീതി, അതിന്റെ തുല്യത അനുഭവിക്കുന്ന ആൾക്കാരാ.